നമസ്കാരം. ഈ കൈകൾ ശുദ്ധമാണെന്ന പിണറായി വിജയന്റെ നിയമസഭയിലെ പ്രസംഗം ഓർത്തുകൊണ്ട് തുടങ്ങട്ടെ. ഒരു രാഷ്ട്രീയ നേതാവിനും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകണമെന്ന് ശത്രുക്കൾ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. അത്രയ്ക്ക് ദയനീയമാണ് ഈ പതനം. എക്കാലവും കോൺഗ്രസ് നേതാക്കളെ നോക്കി BJP ബന്ധം ആരോപിച്ച സഖാവ് അതേ കൂട്ടുകെട്ട് രഹസ്യമായി തുടർന്നു വരുന്നത് ഞെട്ടലോടെയാണ് അണികൾ വിശ്വസിക്കുന്നത്. അൻവർ ഒരു കെട്ട് ചോദ്യശരങ്ങളുമായി സർക്കാരിന് നേരെ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു അമ്പു മതിയായിരുന്നു. മലയാളി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പിണറായി എന്ന ഇരട്ടച്ചങ്കന്റെ BJP ബന്ധത്തിന്റെ മറ സതീശൻ ആ ഒരു ഒറ്റ അമ്പു കൊണ്ട് തുളച്ചു. CPM RSSുമായി ചേർന്ന് കോൺഗ്രസിനെ തകർക്കാനും അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ കാലാകാലങ്ങളായി തുടർന്നു പോരുന്ന പ്രവർത്തനമാണ് കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ആർജിക്കാനും അതിലൂടെ അധികാരത്തിലെത്താനും ഒരു മറയ്ക്കകത്തായിരുന്നു ഇത്രയും കാലം. കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന കാലം അത്രയും BJP അധികാരത്തിലെത്തിയ കാലം മുതൽ ഈ മറയിലേക്ക് വെളിച്ചം കടന്നു വരികയും ചില ചിത്രങ്ങൾ പുറത്തു വന്നാലും അതിനെ തള്ളിപ്പറയുന്നത് സ്ഥിരം പരിപാടിയായിരുന്നു. ഇന്ന് LDF കൺവീനർ BJP സ്ഥാനാർത്ഥിക്ക് പരസ്യമായി വോട്ട് അഭ്യർത്ഥിക്കുന്നു. പോലീസ് സേനയുടെ തലപ്പത്തുള്ളവർ ചർച്ച ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി യാതൊരു നാണവുമില്ലാതെ രാഷ്ട്രീയ കേരളത്തോട് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 70കളുടെ തുടക്കത്തിൽ തന്നെ സംഘപരിവാർ ശക്തികളും പിണറായി വിജയൻ അടക്കമുള്ള അന്നത്തെ CPM നേതാക്കളും ഒന്നു ചേർന്ന് പ്രവർത്തിച്ചു വന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു കരിപൂണ്ട അധ്യായമാണ്. അന്നത്തെ RSS ബന്ധം ഇന്നും കൈവിട്ടിട്ടില്ല CPM എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. സമൂഹത്തിൽ വർഗീയ വിഷം വമിപ്പിക്കുന്ന RSSനോട് സഖ്യം ചേരാൻ മടിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന CPM കേരളത്തിന്റെ പൊതുസമൂഹത്തോട് തുറന്നു പ്രഖ്യാപിക്കണം. വരും കാലങ്ങളിൽ ഒരു പാർട്ടിയോ മുന്നണിയോ പാർട്ടിയോ ആയി മത്സരിക്കുമെന്ന്. ഇനിയും കഴിഞ്ഞിട്ടില്ല, പലതും വരാനുണ്ട്. അജിത് കുമാർ IPS RSS നേതാവിനെ കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആരെന്നറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ആരായിരിക്കും ആ കൂട്ടാളി എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. മുഖ്യനാകട്ടെ മൗനവ്രതത്തിലും.